Hi guys, നമ്മൾ ഇന്നലെ വരെ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിമാൻഡ് കർവ്, ഡിമാൻഡ് ഷെഡ്യൂൾ, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളതും അതിന്റെ വേരിയസ് അസംഷൻസും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. Now today or in this lecture we are going to discuss about the rationale of the law of demand. What is known as rationale of law of demand? എന്താണ്, what is the basis, why this law of demand exists, or what is the background of this law of demand? So this is known as rationale of law of demand, and why this demand curve slope downwards എന്നുള്ളതിനെയാണ് നമ്മൾ റാഷണൽ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ എന്താണ് നമുക്ക് എന്താണ് ന്യായീകരണം, ലോ ഓഫ് ഡിമാൻഡിന്റെ ന്യായീകരണം ഇൻ പ്ലെയിൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡിന്റെ ന്യായീകരണം, ദാറ്റ് ഇസ് നോൺ ആസ് റാഷണൽ. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ആക്ച്വലി ഒരുപാട് എക്കണോമിസ്റ്റുകൾ പല രീതിയിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സോ വാട്ട് ഈസ് യൂട്ടിലിറ്റി? ഒരു വസ്തുവിനെ കൊണ്ട് നമുക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ്, ഓർ യൂസ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലൈസബിലിറ്റി ഈസ് നോൺ ആസ് ദ യൂട്ടിലിറ്റി. സോ ഓരോരോ യൂണിറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾ ഒരു ആപ്പിൾ മേടിച്ച് കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ആപ്പിൾ നിങ്ങൾ കഴിച്ചു, ദാറ്റ് കോസ്റ്റ് 15 rupees. സെക്കൻഡ് ആപ്പിൾ നിങ്ങൾ കഴിച്ചു, അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ കോസ്റ്റിംഗ് 15 rupees. തേർഡ് ആപ്പിൾ നിങ്ങൾ കഴിച്ചു. സോ ഫസ്റ്റ് ആപ്പിളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല സെക്കൻഡിൽ കിട്ടുന്നത്, കാരണം നിങ്ങളുടെ സ്റ്റൊമക്ക് ഫില്ലായി വരുന്നുണ്ട്. അങ്ങനെ തേർഡിൽ എന്ന് പറയുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ പോയിന്റിനെക്കാട്ടിലും എന്തായിരിക്കും, താഴെയായിരിക്കും തേർഡ് ആപ്പിളിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഒരു അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രൈസും നമ്മളെ യൂട്ടിലിറ്റിയും തമ്മിൽ ഇക്വിലിബ്രിയം പോയിന്റിലെത്തും. സപ്പോസ് നിങ്ങൾ 3 ആപ്പിള് നിങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും നിങ്ങളെ വിശപ്പ് നിങ്ങൾക്ക് മാറുന്നത്. സോ ഇനി ഒരു അഡീഷണൽ ആപ്പിൾ കഴിക്കാനുള്ള ഒരു വിശപ്പ് നിങ്ങൾക്കില്ല. സോ ദാറ്റ് ഇസ് നോൺ ആസ് എൻ ഇക്വിലിബ്രിയം പോയിന്റ്. ആ ഇക്വിലിബ്രിയം പോയിന്റിന് ശേഷം സെയിം പ്രൈസിലാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എന്തുണ്ടാവില്ല, ദർ വോണ്ട് ബി എനി ഡിമാൻഡ്. സോ പ്രൈസ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ് സോ ദാറ്റ് ഇപ്പോൾ 15 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 10 രൂപയ്ക്ക് തരാമെന്ന് പറയുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും, അത് മേടിച്ചിട്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്യൂച്ചർ കൺസംഷന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പ്രൈസ് കുറയ്ക്കുമ്പോഴേ അങ്ങനെ വരുന്നു. സോ ദാറ്റ് ഈസ് വൈ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സേസ്. സോ നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസംഷൻ ചെയ്യുമ്പോഴും നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. സോ പ്രൈസ് കുറയ്ക്കാതെ നമുക്കവിടെ ഡിമാൻഡ് നമുക്ക് ഉണ്ടാവില്ല. സോ this is a reason for the operation of law of demand. Second reason is the price effect. You know what is the price effect? There is the total fall in the quantity demanded as a result of increase in price. അതായത് വില കൂടിയത് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടായ മാറ്റത്തിനെയാണ് നമ്മൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ലോ ഓഫ് ഡിമാൻഡിനെ നമുക്ക് നെഗറ്റീവ് പ്രൈസ് എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം പ്രൈസ് കൂടുമ്പോൾ നമുക്ക് ഇവിടെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് പ്രൈസ് എഫക്റ്റ് ആണ് ലോ ഓഫ് ഡിമാൻഡിന് ഉണ്ടാകുന്നത്. സോ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഒരു പോസിറ്റിവിറ്റി അല്ല അവിടെ ഉണ്ടാകുന്നത്, ഡിമാൻഡ് അവിടെ കുറയുകയാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. സോ ദ പ്രൈസ് എഫക്ട് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് ഇൻകം എഫക്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഈ പ്രൈസ് എഫക്ട് ഉണ്ടാവാനുള്ളതിന് ഒരു 2 റീസൺസ് ഉണ്ട്. ഒന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആണ്, സെക്കൻഡ് റീസൺ ഈസ് ഇൻകം എഫക്ട്. ഈ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹിക്സ് ആൻഡ് അലൻ എന്ന് പറഞ്ഞ 2 എക്കണോമിസ്റ്റുകളാണ്. സോ അവരെന്താണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും പ്രൈസ് ഇൻകം എഫക്റ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. സോ when the price of a commodity falls, it becomes relatively cheaper than the other commodities. നിങ്ങൾ ആലോചിക്കുക, സപ്പോസ് ഒരു മാർക്കറ്റിൽ എയും ബിയും ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റൈസ് ഈ സെല്ലിംഗ് ഫോർ ₹10, 10 രൂപയ്ക്ക് അവർ രണ്ടുപേരും വിൽക്കുന്നുണ്ട്. സപ്പോസ് ബി എന്ന് പറഞ്ഞ കമ്പനി അത് പെട്ടെന്ന് 9 രൂപയിലേക്ക് കുറച്ചു എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്റെ കുറച്ച് കസ്റ്റമർമാരും കൂടിയിട്ട് ബിയിലേക്ക് പോകും. ദാറ്റ് ഇസ് നാച്ചുറൽ, റൈറ്റ്? അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഗുഡ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ആമസോണും ഫ്ലിപ്കാർട്ടും കൂടിയിട്ട് കമ്പയർ ചെയ്തിട്ട് സെയിം ഗുഡ് രണ്ടിലും കമ്പയർ ചെയ്തിട്ട് എവിടെയാണോ വിലക്കുറവ് അവിടെയല്ലേ നിങ്ങൾ ഓർഡർ ചെയ്യാറ്. So that is the thing. That is what we call the substitution effect. So the prices of all other commodities remaining constant, it induces consumers to substitute the commodity
whose price has fallen for other commodities which have now become relatively expensive. So this result is that the total demand for the commodity whose price has fallen increases. This is called the substitution effect. As a result of the substitution effect, price കുറഞ്ഞ സാധനത്തിന്റെ ഡിമാൻഡ് അവിടെ കൂടും. Next is income effect. What is income effect? Suppose നിങ്ങൾക്ക് 100 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടിക്കൊണ്ടിരുന്നു. സപ്പോസ് 90 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ അരി 90 രൂപയായിട്ട് വില കുറഞ്ഞു എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എഫക്ട്? ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 10 രൂപയുടെ പർച്ചേസിംഗ് പവർ കൂടി. കാരണം പണ്ട് നിങ്ങൾ 100 രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ഇപ്പൊ 90 രൂപ മുടക്കിയാൽ മതി. സോ യു വിൽ ബി ഹാവിംഗ് എ സേവിംഗ് ഓഫ് 10 rupees. അപ്പൊ നിങ്ങളുടെ പർച്ചേസിംഗ് പവർ അവിടെ കൂടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ 100 രൂപ തന്നെ മുടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പണ്ട് 1 കിലോ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് 1/100 കിട്ടും. അല്ലെ? കറക്റ്റ് അല്ലേ? 1.1 kg നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് ഈസ് കോൾഡ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഇൻകം ലെവൽ കൂടി, and as a result of this reduction in the price and as a result of the demand also increase, this is known as an income effect. Next rationale is the arrival of new customers. Suppose നിങ്ങൾ ഒരു പണ്ടത്തെ സ്മാർട്ട് ഫോണിന്റെ ഒരു കാര്യം എടുക്കുക. സ്മാർട്ട് ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ ഇറ്റ് കോസ്റ്റ് അറൌണ്ട് സംവെയർ അറൌണ്ട് 20 and 25,000. ആ സമയത്ത് അത് എല്ലാവർക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായിരുന്നു. So now it is available for less than 3,000 rupees. Some some inferior quality of phone 3,000 rupees in താഴെ സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. So what happens? പ്രൈസ് കുറയുമ്പോൾ ആ കുറഞ്ഞ പ്രൈസിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി കസ്റ്റമേഴ്സ് എയർലിയർ യൂസ് ചെയ്യാത്തവരും കൂടിയിട്ട് ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും? ഡിമാൻഡ് അവിടെ കൂടും. So by arrival of new customers also is also a rationale for the law of demand. Next is different uses. ഒരു സാധനത്തിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് അതിന്റെ പ്രൈസ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും, അത് കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം ഇസൂസുയുടെ ഒരു കാർ ഉണ്ടല്ലോ, ഇസൂസുയുടെ ഒരു ജീപ്പ് മോഡലിലുള്ള ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ അത് 5 പേർക്ക് യാത്രയും ചെയ്യാം. കൂടാതെ ഈ ഡിക്കി സ്പേസിന് പകരം അവിടെ ഒരു ഓപ്പൺ ഒരു ട്രെയിലർ മോഡൽ ഒരു ഇതാണുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ആക്ച്വലി? നൗ ഇറ്റ് ഈസ് കോസ്റ്റിംഗ് അറൌണ്ട് സംവെയർ അറൌണ്ട് 13 to 15 lakhs. സോ അത് എല്ലാവർക്കും ആക്സസബിൾ അല്ല. സോ അത് മേടിക്കാൻ പറ്റുന്ന ആളുകൾ മേടിച്ച് അവരെ മൾട്ടി പർപ്പസ് ആണ്, അവർക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്, ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ കോസ്റ്റ് ഒരു 5 lakh 6 lakh കുറഞ്ഞുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരുപാട് ആളുകൾ അതിനെ മേടിക്കുകയും അതിനെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. So that is why different users is also a rationale for law of demand. So we are studying now what are the reasons for law of demand. First reason is law of diminishing marginal utility. Second is price effect. Third is arrival of new customers, and the last is different users. So that is rationale. Next we will see some exceptions to the law of demand. എന്താണ് exceptions to the law of demand? Naturally or theoretically, when the price increases, demand reduces and vice versa. ഇതാണ് law of demand എന്ന് പറയുന്നത്. പക്ഷേ for some goods this demand theory will not work out. There won't be any inverse relationship between price and demand. Rather there will not be any relationship between price and demand. There are some goods, കുറച്ച് ഗുഡ്സ് അങ്ങനത്തെ ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഈസ് കോൺസ്പീഷ്യസ് ഗുഡ്സ്. എന്താണ് കോൺസ്പീഷ്യസ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രസ്റ്റീജിയസ് വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ അതിനൊരു സ്നോബ് അപ്പീൽ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു കോൺസ്പീഷ്യസ് കൺസംഷൻ ആയിട്ടുള്ളത്, ഒരു കൂട്ടം റിച്ച് ആയ ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുമ്പോഴാണ് അതിന് കൂടുതൽ അവരുടെ ഭാഗത്ത് ആ ഗുഡ്സിന് ഡിമാൻഡ് കൂടുതൽ ഉണ്ടാവുക. സപ്പോസ് നമ്മൾ ആദ്യം ഫസ്റ്റ് ലെക്ചറിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോൾസ് റോയ്സിന്റെ. സോ റോൾസ് റോയ്സ് ഇസ് എ സിമ്പിൾ ഓഫ് പ്രസ്റ്റീജ്. അതൊരു റിച്ച്നെസിന്റെ ഒരു സിമ്പിൾ ആണ്. പക്ഷേ അത് മേ ബി അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിനെക്കാട്ടിലൊക്കെ ഇപ്പോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ പ്രൈസും തമ്മിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റബിൾ ആയിരിക്കും അങ്ങനത്തെ ഒരു കാർ ഉണ്ടാക്കുന്നത്. ബട്ട് the thing is that ഇങ്ങനത്തെ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടണം എന്നുണ്ടെങ്കിൽ as far as possible the price should be more. സോ പ്രൈസും അവിടെ ഡിമാൻഡും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസ് കൂടുന്തോറും അതിന്റെ ഡിമാൻഡ് കൂടി വരും. ദിസ് ഈസ് കോൺസ്പീഷ്യസ് ഗുഡ്. നെക്സ്റ്റ് ഈസ് ഗിഫൻ ഗുഡ്. വാട്ട് ഈസ് ഗിഫൻ ഗുഡ്? നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഈ ഇംഗ്ലീഷ് കൺട്രീസിൽ
ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഐ തിങ്ക് ദാറ്റ് നമ്മുടെ മാർഷൽ ആണെന്ന് തോന്നുന്നു, എക്കണോമിസ്റ്റ് ആയ മാർഷൽ ആണെന്ന് തോന്നുന്നു അത് പറഞ്ഞത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വി വിൽ, അതല്ല ഇമ്പോർട്ടന്റ് ഇവിടെ, നമുക്ക് വാട്ട് ഈസ് ദ സ്റ്റോറി അത് നോക്കാം. അവിടെ കൂടുതലായിട്ടും ഈ വലിയ സാമ്പത്തികമായി വലിയ രീതിയിലൊന്നും ഇല്ലാത്ത വർക്കിംഗ് ക്ലാസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡും മീറ്റും ആണ്. സോ വൺസ് അപ്പോൺ എ ടൈം ബ്രെഡിന്റെ വില കൂടിയിട്ടും അതിന്റെ ഡിമാൻഡിന് ഒരു ഫാളും സംഭവിച്ചില്ല. അപ്പൊ എന്തായി, ഈ എക്കണോമിസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി. നോക്കിയപ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീറ്റിന്റെ കൺസംഷൻ ആളുകൾ കുറച്ചുകൊണ്ട് ബ്രെഡിന്റെ സെയിം കൺസംഷൻ, മീറ്റിന്റെ കൺസംഷൻ കുറച്ചുകൊണ്ട് ആ പൈസയും കൂടി ഉപയോഗിച്ച് ഇവര് ബ്രെഡ് മേടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സപ്പോസ് ഫോർ എക്സാമ്പിൾ എയർലിയർ ബ്രെഡിന് 10 രൂപയാണെന്ന് വിചാരിക്കുക, മീറ്റിന് 20 രൂപയായിരുന്നു. സോ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിന്റെ 10 രൂപ 5 രൂപയായി കട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് അതും കൂടി ബ്രെഡിലിട്ട് 15 റുപ്പീസിന് പെർ പാക്കറ്റ് ബ്രെഡ് മേടിച്ച് കൺസംഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഇങ്ങനെയുള്ള എസെൻഷ്യൽ ഗുഡ്സ്, ഡേ ടു ഡേ സെർവിംഗ് ഉള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് ഇപ്പോ ഒരുപാട് കൂടി എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കൺസംഷൻ ചെയ്യാണ്ടിരിക്കില്ല, കാരണം അത് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡാണ്. സോ ഇതിനെയാണ് നമ്മൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോൺസ്പീഷ്യസ് നെസസിറ്റീസ്. സോ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെമോൺസ്ട്രേഷൻ എഫക്ട്, അതായത് അയൽപക്കത്തെ LED TV കണ്ടു, ഞാനൊരു LED TV മേടിച്ചു, ഇതിനാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയുന്നത്. സോ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും അതേപോലെ തന്നെ അങ്ങനത്തെ നെസസിറ്റികളും, സപ്പോസ് ഇപ്പൊ റെഫ്രിജറേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഒരു വീട്ടിലെല്ലാരും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ചിലപ്പോ ഭക്ഷണമൊന്നും പാകം ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല, നമ്മൾ വൈകിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം അത് കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലേക്ക് നമ്മൾ വെക്കും. സോ ഇങ്ങനെ ഇരിക്കുന്ന നെസസിറ്റീസ് ഉണ്ട്. ബട്ട് ഈവൻ ദോ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഡെമോൺസ്ട്രേഷൻ എഫക്ട് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ നെസസിറ്റി ഫില്ല് ചെയ്യുകയും ചെയ്യുന്ന ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രൈസും ഡിമാൻഡും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഈവൻ റെഫ്രിജറേറ്ററിന്റെ വില കൂടിയാലും അതിന്റെ ഡിമാൻഡ് ഒരുപാട് അങ്ങനെ അങ്ങോട്ടേക്ക് കുറയത്തില്ല. സോ ദിസ് ഈസ് നോൺ ആസ് കോൺസ്പീഷ്യസ് നെസസിറ്റീസ്. ആൻഡ് ദ അതർ തിങ് ഈസ് ദ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് ദ പ്രൈസ്. അതായത് ചില ആളുകൾ ഉണ്ടാവും, കഴിഞ്ഞ മാസം നമ്മൾ പലചരക്ക് മേടിച്ചപ്പോ ഉഴുന്നിന് എത്ര രൂപയുണ്ടായിരുന്നു, ഈ മാസം എത്രയുണ്ട്, അങ്ങനെ ഓരോ മാസവും തമ്മിൽ കമ്പയർ ഒക്കെ ചെയ്തിട്ട് അവർ വിചാരിക്കുമ്പോൾ ഉഴുന്നിന്റെ വില എല്ലാ മാസവും 5-5 രൂപ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് നമുക്കൊരു ആ 4 മാസത്തേക്കുള്ള ഉഴുന്ന് മേടിച്ചു വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നത്. സോ അബൌട്ട് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് പ്രൈസസ്, അവരെന്ത് ചെയ്യും, ഇപ്പോഴത്തെ വില നോക്കാതെ അവര് ഗുഡ്സ് മേടിച്ചു വെക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു എന്തെങ്കിലും ഇതിന്റെ ലഭ്യതയ്ക്ക് ഒരു കുറവ്, സപ്ലൈയുടെ ഒരു കുറവ് വന്നിട്ട് അപ്പോഴും പ്രൈസ് ഒരുപാട് കൂടും എന്ന് വിചാരിച്ചിട്ട് മേടിക്കും. ഇപ്പൊ കോവിഡ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലോക്ക്ഡൌണിന് മുമ്പ് ആളുകളൊക്കെ ഒരുപാട് മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഞാനൊക്കെ പല സ്ഥലത്തും ചില പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. 200-300-400% സെയിൽസ് ഉണ്ടായ പല സൂപ്പർ മാർക്കറ്റ്സും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മാർച്ച് ആൻഡ് ഏപ്രിൽ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ വരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിനൊക്കെ വില വല്ലാതെ കൂടുന്നു പറഞ്ഞാൽ ആളുകൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നു. സോ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് പ്രൈസസ്, ഭാവിയിൽ വില കൂടുമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ പ്രൈസ്, ഈവൻ ദോ ഇപ്പോഴത്തെ പ്രൈസ് കൂടുതലാണെങ്കിലും കൂടിയിട്ട്, വളരെ കൂടുതലാണെങ്കിലും കൂടി ആളുകൾ മേടിച്ചു വെക്കും. സോ ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ആൻഡ് the law has been derived assuming consumers to be rational and knowledgeable about marketing condition. So law of demand ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി കൺസ്യൂമേഴ്സ് റാഷണൽ ലെവൽ ആണ്. അതേപോലെ തന്നെ അവര് they are knowledgeable about the marketing condition. What is rationality? They know exactly what they want or what is their level of consumption. അങ്ങനെ ഒരു പൂർണ്ണമായ ബോധ്യം അവരെ കുറിച്ചിട്ടുണ്ട്, പൂർണ്ണമായ ബോധ്യം എൻറ്റയർ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചുണ്ടെന്നും അതേപോലെ തന്നെ ദേ ഹാവ് ഇനഫ് നോളജ് അബൌട്ട് മാർക്കറ്റ്. അങ്ങനെയാണ്, ആ ഒരു അസംഷനിലാണ് ശരിക്കും ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് കൺസ്യൂമേഴ്സ് എന്താവും, ഇറേഷണൽ ആവും. പിന്നെ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ സാധനങ്ങൾ മേടിച്ചു കൂട്ടും. പ്രൈസിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗത്തിനെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ചിന്തിക്കാതെ മേടിച്ചു കൂട്ടും. സോ ദിസ് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് ആളുകൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇറേഷണലായി പോയി. അതായത് ഭാവിയിൽ അത് കിട്ടാതെ വരുമോ, പിന്നെ നമ്മളൊരു നോർമൽ സിറ്റുവേഷൻ അല്ല ഇപ്പോ. സോ അതുകൊണ്ട് തന്നെ റാഷണൽ തിങ്കിങ്ങിന് വലിയ വാല്യൂ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സർക്കംസ്റ്റാൻസസും ഉണ്ട്. സോ ദിസ് ഈസ് ഓൾസോ എ എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്.
അതായത് ആക്ച്വലി ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ തിങ്കിങ് ദാറ്റ് കൺസ്യൂമർ ഈസ് റാഷണൽ ആൻഡ് ഹി നോ അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. ബട്ട് ചില സമയത്ത് കൺസ്യൂമേഴ്സ് ഇറേഷണൽ ആയി പോകും. ചില സമയത്ത് അവരെന്ത് ചെയ്യും, ഇറേഷണൽ ആയി പോവുകയും അവരെ ആവശ്യത്തിനെ കുറിച്ചിട്ടോ മാർക്കറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ അവർക്ക് നോളജ് ഇല്ലാതെ പോകും. സോ ആ സമയത്തും ലോ ഓഫ് ഡിമാൻഡ് വർക്ക്ഔട്ട് ചെയ്യില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, എത്ര വിലയുണ്ടെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ മേടിക്കും. സോ പ്രൈസ് അവിടെ കൂടുമ്പോൾ അവിടെ ഡിമാൻഡും കൂടും. സോ ഇറ്റ് ഈസ് an exception to the law of demand. Next is demand for necessaries. നെസസറി ആയ അല്ലെങ്കിൽ അത്രയും നമുക്കിപ്പോ ഡേ ടു ഡേ ഇതിന് വേണ്ടിയിട്ട് ഉള്ള ക്ലോത്തിങ്സ്, അതേപോലെ തന്നെ ഫുഡ്, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നെസസറീസ് ഓഫ് ലൈഫ് ആണ് എന്നുണ്ടെങ്കിൽ, that is an exemption to the law of demand. Because എന്ത് ചെയ്യും അവര്, whatever price is they will buy it. That is known as demand for necessaries. Next is speculative goods. In a speculative market, particularly in the market for stock and shares, more will be demanded when the prices are rising and less will be demanded when prices are declining. നിങ്ങൾക്കറിയാം ഷെയർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇന്നലത്തെ കാട്ടിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഷെയറിൽ ഒരു ബൂം, ഇങ്ങനെ വില ഇങ്ങനെ കൂടി 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 വരുന്ന ഒരു ട്രെൻഡാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഡിമാൻഡ് ആളുകൾ മേടിച്ചു വെക്കും. കാരണം എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ അതിനെക്കാട്ടിലും വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ അവർ മേടിച്ചു കൊടുക്കും. സോ അങ്ങനെയുള്ള സ്പെക്കുലേറ്റീവ് ഗുഡ്സും ഇസ് എ എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ലോ ഓഫ് ഡിമാൻഡിനെ ഈ ഒരു രീതിയിൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. ദ ലോ ഓഫ് ഡിമാൻഡ് ഹോൾഡ് ഗൂഡ്സ് on which all of the following. Questions will be like this. First is like ഒരു 4 ഓപ്ഷൻ തരും. അതിൽ 2 ഓപ്ഷൻ ഒരു 3 ഓപ്ഷനിൽ ഒന്ന് സ്പെക്കുലേറ്റീവ് ഗുഡ്സും തരും. എന്നിട്ട് 4ാമത്തെ ഓപ്ഷൻ 1 and 2 ഓൺലി എന്നും തരും. ഫസ്റ്റ് ഓപ്ഷൻ എന്തെങ്കിലും ഒരു നോർമലി ലോ ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് ആയ എന്തെങ്കിലും ഒരു ഗുഡ് വരും, ഫസ്റ്റും സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ സ്പെക്കുലേറ്റീവ് ഗുഡും തരും. ഫോർത്ത് ഓപ്ഷനിൽ 1 and 2 ഓൺലി തരും. അല്ലാന്നുണ്ടെങ്കിൽ 3 ഓപ്ഷൻ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഗുഡ്സ് വരും. ഫോർത്ത് ഓപ്ഷൻ സ്പെക്കുലേറ്റീവ് ഗുഡ്സ് വരും. എന്നിട്ട് ചോദ്യം ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് ദ ലോ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് അപ്ലൈ എന്ന് ചോദിക്കും. സോ ദിസ് ഈസ് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വാട്ട് ദേ ആർ ആസ്കിങ് ഇൻ ദ ICAI എക്സാമിനേഷൻ. സോ നിങ്ങൾ ഈ രീതിക്ക് വേണം അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലോജിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നിങ്ങൾ അതിനെക്കുറിച്ചൊരു കൂടുതൽ തിങ്ക് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ഇതൊക്കെ തന്നെ പഠിക്കാൻ. സോ ഇതൊക്കെയാണ് എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റ് പഠിക്കാം, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എന്താണ് എക്സ്പാൻഷൻ ഓഫ് ദ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when the price of the good reduces, demand will increase. This is known as expansion of demand. അവിടെ എന്താ സംഭവിച്ചത്? ലോജിക്കലി ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്തു. എങ്ങനെയാണ് നമുക്ക് ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നത്? പ്രൈസ് കുറയണം, അപ്പൊ ആളുകൾ കൂടുതൽ കൺസംഷൻ ചെയ്യാൻ തയ്യാറാവും, മേടിക്കാൻ തയ്യാറാവും. സോ ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ്, സോ ഡിമാൻഡ് വിൽ എക്സ്പാൻഡ്. സോ ദിസ് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ലോജിക്കലി നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ഡിമാൻഡ് ആണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് വേണോ ഇവിടെ? പ്രൈസ് കുറയണം. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് ഇസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കുറയണം. So what is going to happen? Price need to increase. When the price of the commodity increases, its demand will reduce, so that the demand will contract. So this is contraction of demand. So suppose നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സെല്ലർ ഓഫ് ഫ്രൂട്ട്, ഒരു ഫ്രൂട്ട് സെല്ലറാണ്. അയാളെ കയ്യില് 150 രൂപയാണ് ആപ്പിളിന് ഉണ്ടായിരുന്നത് വില എന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് 10 കിലോ വിറ്റുപോയി. സപ്പോസ് അത് 200 രൂപയായെന്ന് വിചാരിക്കുക. 200 രൂപ ആവുമ്പോ എന്ത് ചെയ്യും? കുറച്ചാളുകളെങ്കിലും വില കൂടുതലാന്ന് പറഞ്ഞിട്ട് അത് മേടിക്കേണ്ടെന്ന് വെക്കും. സോ ഓട്ടോമാറ്റിക്കലി 10 കിലോ ആ സമയത്ത് ചെലവാകത്തില്ല, ഒരു 5-6 കിലോവേ അപ്പോ ചിലവാകത്തുള്ളൂ. ദിസ് ഇസ് നോൺ ആസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. സപ്പോസ് 150 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആപ്പിള് 130 രൂപയായി. അപ്പൊ എന്തായി? കൂടുതൽ ആളുകൾ അതിൽ അട്രാക്റ്റഡ് ആയി. അപ്പോ ആ 10 കിലോ എന്നുള്ളതിന് പകരം അയാൾക്ക് ഒരു 12 കിലോ 13 കിലോ 15 കിലോ അയാൾക്ക്
ചിലവാകും. See in the graph given below, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് x ആക്സിസ് ആണ്, ക്വാണ്ടിറ്റി പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി ഇരിക്കുന്നത് y ആക്സിസ് ആണ്. ഇവിടെ നമുക്ക് OL എന്ന പ്രൈസിൽ, OP എന്ന പ്രൈസിൽ OL എന്ന ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ആയിരിക്കുന്നത്. But when the price reduced to OP, the demand has expanded to OM, and when price had again reduced to OP1 ആയപ്പോ എന്തായി, ഡിമാൻഡ് ഹാഡ് അഗെയിൻ ഇൻക്രീസ്ഡ് ടു ON. സോ ഇങ്ങനെ ഡിഫറെന്റ് പ്രൈസസിൽ നമ്മൾ പറഞ്ഞു, ഡിമാൻഡ് കർവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് പ്രൈസസിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ചെയ്തതിനെയാണ് ഇവിടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈൻ കിട്ടും. ദിസ് ലൈൻ ഈസ് നോൺ ആസ് ഡിമാൻഡ് കർവ്. നമ്മൾ അത് ഇന്നലെ പഠിച്ചു, വാട്ട് ഈസ് ഡിമാൻഡ് കർവ് എന്ന്. സോ ദീസ് ഈസ് നോൺ ആസ് ഡിമാൻഡ് കർവ്. സോ DD ആണ് ഇവിടുത്തെ ഡിമാൻഡ് കർവ്. ഇതൊരു സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ. And the expansion and contraction happens only when price changes. Other determinants of demand remains constant. ഇപ്പോൾ ഓൾറെഡി പഠിച്ചു, നമുക്ക് പ്രൈസ് മാത്രമല്ല ഡിമാൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്. കൺസ്യൂമറിന്റെ ബിഹേവിയർ ഉണ്ട്, പിന്നെ ബൈയിങ് ഇതുണ്ട്, കൺസ്യൂമറിന്റെ ബൈയിങ് ബിഹേവിയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഇരിക്കുന്ന പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നതൊക്കെ തന്നെ കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന കൺസെപ്റ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. Next concept is increase and decrease in demand. I hope that you understood what is expansion and contraction of demand. Because ഞാൻ പറഞ്ഞു, ഇവിടെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അവിടെ പ്രൈസ് എന്ന് പറയുന്ന ഡിമാൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ബാക്കിയിരിക്കുന്ന ബൈയിങ് ബിഹേവിയറോ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെയും അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസിനോ അങ്ങനത്തെ ഒന്നിനും തന്നെ ചേഞ്ച് വന്നിട്ടില്ല. ഓൺലി ചേഞ്ചസ് ഇൻ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. So next concept is increase and decrease in demand. Suppose when all the constituents or determinants of demand has been changed, അതായത് income of the consumers, taste and preference, substitutes and complementary goods price and normal price, everything tend to change, then it is known as increase and decrease of demand. So concept മനസ്സിലായോ? നമ്മള് ബാക്കിയിരിക്കുന്ന എല്ലാ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, അതായത് ഇൻകം ഓഫ് കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ, സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ്, പ്രോഡക്റ്റ് കോംപ്ലിമെന്ററി പ്രൈസ്, അങ്ങനെ ഇരിക്കുന്ന എല്ലാ ഡിറ്റർമിനൻസും മാറാതെ ഓൺലി ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. Where when all the determinants of the demand has changed, then it is known as increase and decrease of demand. So അതിനെയാണ് നമ്മൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് എക്സ്പാൻഷനും കോൺട്രാക്ഷനിലും ആവുമ്പോൾ നമുക്ക് ഒരു ഒറ്റ ഡിമാൻഡ് കർവ് ഉണ്ടാവുള്ളൂ. ബൈ ബിക്കോസ് ഓൺലി ഫാക്ടർ ചേഞ്ച് ഈസ് പ്രൈസ്. പക്ഷേ നമുക്ക് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് ആവുമ്പോൾ മൾട്ടിപ്പിൾ ഡിമാൻഡ് കർവ്സ് കിട്ടും. കാരണം നമുക്ക് അവിടെ വാരിയസ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മാത്രമല്ല മൾട്ടിപ്പിൾ ഡിമാൻഡ് കർവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നമുക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവും അതേപോലെ തന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് ഡിമാൻഡ് കർവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് ഈസ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ്. വാട്ട് ഈസ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ്? വെൻ മോർ ഈസ് ഡിമാൻഡഡ് അറ്റ് ഈച്ച് പ്രൈസ്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡിമാൻഡ് ആണ്. സോ വെൻ മോർ ഈസ് ഡിമാൻഡഡ് അറ്റ് ഈച്ച് പ്രൈസ്, ഓരോ പ്രൈസിലും കൂടുതൽ ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ്. സോ ക്യാൻ ബി കോസ്ഡ് ബൈ, ഇറ്റ് ക്യാൻ ബി, ഹൗ ഇറ്റ് ക്യാൻ ബി കോസ്ഡ്? ഒന്നുകിൽ ഡ്യൂ ടു ദ റൈസ് ഓഫ് ഇൻകം, കാരണം കൂടുതൽ വരുമാനം വരുമ്പോൾ നമുക്ക് കൂടുതൽ ചെലവാക്കാൻ ഉണ്ടാവും. സോ ദ ഡിമാൻഡ് വിൽ ഓൾസോ ഇൻക്രീസ്. എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈസ് കൂടി, അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളും എയും ബിയും 10 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നു. സോ എയും ബിയും കമ്പനി ഒരേ റൈസ് 10 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നു. സപ്പോസ് ബി എന്ന കമ്പനി 12 റുപ്പീസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ബിന്റെ കസ്റ്റമേഴ്സും കൂടിയിട്ട് നമ്മളെ 10 രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വരും.
So this can be caused by a rise in income, a rise in the price of a substitute, a fall in the price of the complement. പെട്രോളിന്റെ വില കുറഞ്ഞു, എന്ത് സംഭവിക്കും? ആളുകൾ കൂടുതൽ കാർ മേടിക്കും. സോ ദ ഡിമാൻഡ് വിൽ റൈസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടി, കൂടുതൽ എന്താവും? ഇപ്പൊ രണ്ടാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു കുട്ടിയും കൂടിയിട്ടുണ്ടായി. അപ്പൊ എന്ത് സംഭവിച്ചു? ആ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടുള്ള കൺസംഷൻ കൂടി. And redistribution of income to groups who favor this commodity. So and a redistribution of income to groups who favor this commodity. So rightward shift in demand curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when more is demanded at each price. So കൂടുതൽ ഡിമാൻഡ് കൂടുന്നതിനെയാണ് നമ്മൾ rightward shift എന്ന് പറയുന്നത്. See the graph below. D1 is the original. D1 is the original demand curve and D2 is the revised, that is rightward shift in the demand curve. അപ്പൊ ഇവിടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത്. ഓരോ പ്രൈസിലും കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഇരുന്നു. The price remains constant but the demand is increasing. Okay. Next is leftward shift in the demand. What is leftward shift in demand? ഓരോ പ്രൈസിലും ഒറിജിനൽ ഡിമാൻഡ് കർവിനെക്കാട്ടിലും കുറഞ്ഞ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാവാം? സപ്പോസ് ലോക്ക്ഡൌൺ ഒക്കെ വന്നു, എല്ലാവർക്കും പകുതി ശമ്പളം കിട്ടി തുടങ്ങി. സോ വാട്ട് ഹാപ്പൻ? അയാൾക്കുള്ള പർച്ചേസിംഗ് പവർ കുറഞ്ഞു. സോ അയാൾ സാധനം മേടിക്കുന്നത് കുറഞ്ഞു. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, ഞാൻ പറഞ്ഞു എയും ബിയും ഉണ്ട് കമ്പനി. സോ ഒരേ റൈസ് 10 rupeesന് വിറ്റു. നമ്മൾ 10 വിറ്റുകൊണ്ടിരുന്നപ്പോൾ ബി എന്ത് ചെയ്തു? 9 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എന്തായി? നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സും കൂടി ബിയിലേക്ക് പോയി. So that is a price, fall in the price of substitute, rise in the price of a complement, change in the taste against this commodity. നമ്മളെ commodity ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറഞ്ഞു, നമ്മളെ പ്രിഫറൻസ് മാറി, അല്ലാന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ കുറഞ്ഞു. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഡിമാൻഡ് കുറയും സെയിം പ്രൈസിൽ. സോ D1 എന്നുള്ളതാണ് ഒറിജിനൽ ഡിമാൻഡ് കർവ്. ഇറ്റ് ഹാസ് ഷിഫ്റ്റഡ് ടു D2. സോ ആ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കുറഞ്ഞു. സോ ഇങ്ങനെയുള്ള ഡിമാൻഡിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ I hope that you understood what is the difference between these expansion and contraction and demand and increase and decrease in demand. Expansion and contraction of demand എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൈസ് എന്ന കോൺസ്റ്റിറ്റ്യൂവന്റ്, ഡിമാൻഡിന്റെ പ്രൈസ് എന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് മാത്രമേ മാറുന്നുള്ളൂ. ബട്ട് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡിൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂവൻസും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ചേഞ്ച് ആവുന്നുണ്ട്. So that is the concept of expansion and contraction and increase and decrease in demand. So next we will see movement along the demand curve versus shift of demand curve. So that is movement along the demand curve versus shift of the demand curve. First concept is movement along the demand curve indicates that change in the quantity demanded because of the price changes, other factors remaining constant. So movement along the demand curve എന്ന് വെച്ച് കഴിഞ്ഞാൽ there is a change in the quantity demanded. ഒന്നുകിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടി, അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞു. എന്തുകൊണ്ടാണ്? ഓൺലി ഡ്യൂ ടു ദ പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ മാത്രം ഡിമാൻഡില് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തത് മാറുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. A shift in demand curve indicates that there is change in demand at each possible price because one or more of the other factors such as income, taste or other have been changed. So movement along the demand curve, movement along the demand curve. So avada ocha demand curve endavullum. See guys, listen very carefully. Movement along the demand curve. appo oru demand curve ഉണ്ട്, അതിന്റെ അകത്ത് നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നു. സോ നമ്മൾ ഇവിടെ കണ്ടു. ദാറ്റ് ഈസ് നോൺ ആസ് see here മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. പ്രൈസ് OP' ആയപ്പോൾ ഇവിടെ OL ആണ് നമ്മൾ ഇത്. പിന്നെ OP ആയപ്പോൾ നമുക്ക് ഇവിടെ OM ആണ് ഡിമാൻഡ്. സോ ഒറ്റ ഡിമാൻഡ് കർവില് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഉണ്ടാവുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് കർവ് തന്നെ, ഒരു ന്യൂ ഡിമാൻഡ് കർവ് തന്നെ ഉണ്ടാവുകയാണ്. ഏതർ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്.
So movement along the demand curve എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ഡിമാൻഡ് ആണ്. So I hope you understood the concept. So when an economist speak about increase or decrease in demand, it refers to the shift of the world curve. And when the when the entire new demand curve or new demand curve, പുതിയൊരു demand curve ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, പുതിയൊരു demand curve ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, that is known as shift in demand curve. Okay. So I hope that you had understood the concept of increase and decrease in demand as well as expansion and contraction of demand. Because നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് ഒരു തവണ കൂടി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നും കൂടിയിട്ടൊന്ന് റീക്യാപ്പ് അടിച്ചിട്ട് കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് അറിഞ്ഞില്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. So elasticity of demand is defined as the responsiveness of the quantity demanded of a good to change in one of the variable on which the demand depends. So elasticity of demand എന്ന് പറയുന്നത് the quantity demanded change ആവുകയാണ്. How? Due to change in the variable, due to change in one of the variable. So elasticity of demand എന്ന് പറഞ്ഞാൽ എന്താണ്? That is the percentage change in the quantity demanded divided by percentage change in one of the variable on which demand depends. Variable എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെത്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലത്തെ ചേഞ്ച് വരുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റത്തിന് നമ്മൾ ഒരു തിയററ്റിക്കലി നമ്മൾ ഒരു സിംബോളിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം വലിയുന്നു എന്നുള്ളതാണ്. അതായത് സപ്പോസ് ഇൻകം കൂടി, കൺസ്യൂമറിന്റെ ഇൻകം കൂടി, ഇപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര കൂടി? സപ്പോസ് പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി കൂടി, സോ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അത് എങ്ങനെ ബാധിച്ചു? ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര കുറഞ്ഞു, എത്ര പെർസെന്റേജ് കുറഞ്ഞു എന്നുള്ളതിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. So these variables may be price of the commodity, price of the related commodity, income of consumer and other factors which the demand depends upon. So elasticity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂസ് ആയ പിന്നെ ഇതിന്റെ പ്രൈസ്, പ്രോഡക്റ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഇൻകം, ഈ ഇൻകത്തിലും പ്രൈസിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് എത്രത്തോളം ക്വാണ്ടിറ്റേറ്റീവ് ബേസിസിൽ ഡിമാൻഡിനെ ബാധിച്ചു, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബാധിച്ചു, ദാറ്റ് ഈസ് നോൺ ആസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ നമുക്ക് എലാസ്റ്റിസിറ്റി എന്തൊക്കെ ടൈപ്പിൽ എലാസ്റ്റിസിറ്റി ആവാം? ദാറ്റ് മേ ബി പ്രൈസ് എലാസ്റ്റിസിറ്റി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സിന്റെ എലാസ്റ്റിസിറ്റി ആവാം, ഇങ്ങനെ പല ടൈപ്പ് എലാസ്റ്റിസിറ്റി ആവാം. ഫസ്റ്റ് വി വിൽ സ്റ്റഡി പ്രൈസ് എലാസ്റ്റിസിറ്റി. എന്താണ് പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗൂഡ്സിന്റെ പ്രൈസ് ചേഞ്ച് ആയതുകൊണ്ട് എത്രത്തോളം നമുക്ക് നമ്മുടെ ഡിമാൻഡിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. So the price elasticity of demand expresses the response of quantity demanded of a good to a change in its price given the consumer's income is taste and preferences of all other goods remains constant. So price, that is price elasticity is equal to percentage change in quantity demanded by percentage change in the price. So suppose 10 രൂപയിൽ നിന്നും ഒരു കൊമോഡിറ്റിക്ക് 15 രൂപയായി എന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് 100 ക്വാണ്ടിറ്റി മേടിച്ചുകൊണ്ടിരുന്നു, 15 രൂപയ്ക്ക് അത് 80 ക്വാണ്ടിറ്റി മേടിച്ചു. സോ ഈ 100 രൂപയിൽ നിന്ന് 150 രൂപ ആയപ്പോൾ there is a 50% increase in the sales price. But what is the decrease or what is the change in the quantity demanded due to an increase in 50% of the price? That is known as a price elasticity. So price elasticity നമുക്ക് എന്ത് പറയാം? EP എന്ന് പറയുന്നു. That is elasticity of price, percentage change in the quantity demanded by percentage change of the price, or change in quantity by original quantity, that is known as change in the quantity
into 100 divided by change in price by original price into 100. ഇങ്ങനെയും നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് elasticity കണ്ടുപിടിക്കാം. So that is known as change in quantity by original quantity into change in price, original price by change in price. Okay. So formula എന്താണ്? There are two formula. ഇതിപ്പോ ഈ ഫോർമുലയിൽ നിന്നും ഈ ഫോർമുല എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തു വന്ന ഫോർമുലയാണ്. സോ ഫസ്റ്റ് ഫോർമുല ഇസ് ദാറ്റ് elasticity of price is equal to percentage change in quantity demanded, that is delta quantity change in quantity divided by percentage change in price. Or ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയും ഒറിജിനൽ ക്വാണ്ടിറ്റി റിവൈസ്ഡ് ക്വാണ്ടിറ്റി, ഒറിജിനൽ പ്രൈസ് റിവൈസ്ഡ് പ്രൈസ് അങ്ങനെയാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഒറിജിനൽ പ്രൈസ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ താഴെ ഫസ്റ്റില് ക്വാണ്ടിറ്റിയിൽ ഡിനോമിനേറ്ററിൽ വന്നതാണ് പ്രൈസിൽ ന്യൂമറേറ്ററിൽ വരേണ്ടത്. സോ സിംബോളിക് ടേംസിൽ ഇ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്വാണ്ടിറ്റി, that is delta means change in quantity divided by quantity into price by delta price, that is delta price means change in price. So ഇതാണ് elasticity കണ്ടുപിടിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഒരു illustration ചെയ്യാം. The price of a commodity decreases from 6 to 4 and quantity demanded of the goods increases from 10 to 15 units. Find the coefficient of price elasticity. Price elasticity ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫോർമുല എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി divided by change in quantity divided by original quantity into original price divided by change in price. അപ്പോൾ നമുക്കിവിടെ എന്തായി? നമുക്കിവിടെ പിന്നെ ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? 6 എന്ന് 4ലേക്കാണ് ആയിരിക്കുന്നത്. അപ്പൊ 2 ആണ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് 5 ക്വാണ്ടിറ്റി ആണ് നമുക്ക് കൂടിയിരിക്കുന്നത്. So 5 divided by 2 into 6 divided by 10. So 1.5%. So 1.5% ആണ് ഇവിടുത്തെ പ്രൈസ് elasticity എന്ന് പറയുന്നത്. So we will do another illustration. A 5% fall in price of a good leads to 15% rise in its demand. So 5% നമുക്ക് 5% നമുക്ക് ഇവിടെ നമുക്ക് 5% നമുക്ക് വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് 15% കൂടി. അപ്പൊ നമുക്കിവിടെ elasticity ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. സോ പ്രൈസ് elasticity is equal to percentage change in quantity demanded divided by percentage change in price. സോ 15% ആണ് ഇവിടെ റൈസ് ആയിരിക്കുന്നത്, 5%. അപ്പൊ 3 ആണ് ഇവിടുത്തെ പ്രൈസ് elasticity. കാരണം ഇവിടെ നമുക്ക് 15% ആണ് റൈസ് ആയിരിക്കുന്നത്, ഫോൾ എത്രയാണ്? 5% ആണ്. സോ ദാറ്റ് 3 is the price elasticity here. So നമുക്ക് illustration 3 ചെയ്യാം. The price of a good decreases from rupees 100 to 60 unit. If the price elasticity for it is 1.5 and original quantity demanded is 30 unit, calculate the new quantity demanded. So elasticity of price എന്ന് പറയുന്നത് നമുക്കിവിടെ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. അപ്പൊ നമുക്കിവിടെ elasticity ഇവിടെ 1.5 ആണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എത്രയാണെന്നാണ്. സോ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുന്നു നമ്മളെ ഫോർമുല വെച്ചിട്ട്. സോ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് നമുക്ക് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി 18 ആണെന്ന് അറിയുന്നു. സോ ദ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഒറിജിനൽ ക്വാണ്ടിറ്റി 13 ആണ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി നമുക്ക് എത്ര കിട്ടി? 18 ആണ്. സോ ദാറ്റ് 30 plus 18 is equal to 48 units. So these are some computations on price elasticity. So some questions will come from this. We will discuss after completing this chapter some questions on this. So now we will move on to point elasticity. So in point elasticity, we measure elasticity at a given point on a demand curve. So ഒരു demand curve നമ്മൾ elasticity ഒരു ഡിമാൻഡ് കർവിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഡിമാൻഡ് മെഷർ ചെയ്യുന്നതിനെയാണ് elasticity മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോയിന്റ് elasticity എന്ന് പറയുന്നത്. സോ ദ കൺസെപ്റ്റ് ഓഫ് പോയിന്റ് elasticity ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രൈസ് elasticity where the change in the price is infinite. So point elasticity എവിടെയാണ് യൂസ് ചെയ്യുന്നത്? For measuring the price elasticity where the change in price is infinite. സോ ചേഞ്ച് ഇൻ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല.
നമുക്കൊരു റേഞ്ച് പറയാൻ പറ്റില്ല. സപ്പോസ് നമ്മൾ പറയാണ് അതൊരു 20 രൂപ വരെ കൂടും, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല എത്ര രൂപ വരെ കൂടാം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആൻ ഇൻഫിനിറ്റ് എമൗണ്ട്. സോ നമുക്ക് സപ്പോസ് ഒരു എത്ര രൂപ വരെ നമ്മുടെ പ്രൈസ് കൂടാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് പോയിന്റ് എലാസ്റ്റിസിറ്റി അറൈസ് ചെയ്യുന്നത്. So point elasticity makes use of the derivative rather than finite changes in price and quantity. നമ്മളിപ്പോ നേരത്തെ പ്രൈസ് elasticity ചെയ്തപ്പോൾ നമുക്ക് എത്ര പ്രൈസ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തു എന്നുള്ളത് നമുക്ക് ഫിനിറ്റ് ആയിട്ട് അറിയാമായിരുന്നു. പക്ഷെ പോയിന്റ് elasticity എന്ത് ചെയ്യണം, നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കണം, എത്രയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളത്. So it may be defined as elasticity of price is equal to minus derivative quantity divided by derivative price into price divided by quantity. So ഇവിടെ മൈനസ് ഉണ്ട്, പക്ഷെ നമ്മൾ നോർമലി പ്രോബ്ലം ചെയ്യുമ്പോൾ മൈനസ് നമ്മൾ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ, അത് നമ്മൾ ആക്ച്വലി ഈ ഫോർമുലയും ഇക്വിലിബ്രിയംസ് ഒക്കെ തന്നെ ഇക്വേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ അവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മൈനസിന്റെ റിലവൻസ് ഒക്കെ മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇവിടെ ദാറ്റ് ഈസ് നോട്ട് റിലവൻറ്റ്. വി ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ വാട്ട് ദ ഫോർമുല ഈസ്. സോ ദ ഫോർമുല ഈസ് മൈനസ് ഡെറിവേറ്റഡ് പി ക്യൂ ക്വാണ്ടിറ്റി ഇൻറ്റു ഡെറിവേറ്റഡ് പ്രൈസ് ഇൻറ്റു പ്രൈസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ആ മൈനസ് നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. സോ വേർ ഡി പി ആൻഡ് ഡി ക്യൂ, dq and dp is the derivative quantity with respect to price at a point on the demand curve. അതായത് ഒരു ഡിമാൻഡ് കർവിലത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടു പ്രൈസ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലത്തെ പ്രൈസ് ഡിമാൻഡ് കർവില് ഒരു പോയിന്റിലത്തെ പർട്ടിക്കുലർ പ്രൈസ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, ബൈ ആക്സിസിലാണ് ഉണ്ടാവുക. സോ ഡിമാൻഡ് കർവിലത്തെ ഒരു പോയിന്റിൽ ആ പ്രൈസ്, ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി വരും, എത്ര ഇത് വരും എന്നുള്ളതാണ് നമുക്ക് ഡി ക്യൂയും ഡി പിയും കൊണ്ട് അറിയുന്നത്. ആൻഡ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ആ ഇതിലത്തെ പ്രൈസ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളത്. സോ പോയിന്റ് എലാസ്റ്റിസിറ്റി ഈസ് therefore the product of price quantity ratio at a particular point on the demand curve and the reciprocal of the slope of demand line. സോ ഡിമാൻഡ് ലൈനിന്റെ റെസിപ്രോക്കലുമാണ്. അതേപോലെ തന്നെ it is a product of price quantity ratio at a particular point on the demand curve. So demand curve will the price quantity ratio ഉണ്ട്. What is price quantity ratio? P divided by Q. ആ price quantity ratio ഉണ്ട് പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മൾ ഡി ക്യൂയും ഡി പിയും എന്ന് പറയുന്നത്? ഒരു ഡിമാൻഡ് കർവിലത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റിലത്തെ പ്രൈസിൽ എത്ര നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആവും, എത്ര എന്തായിരിക്കും ആ ഡിറൈവ് ചെയ്യുന്ന പ്രൈസ്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ദാറ്റ്സ് വൈ വി ആർ കാൽക്കുലേറ്റിംഗ് ലൈക്ക് ദിസ്. സോ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈസ് ക്വാണ്ടിറ്റി ratio at a particular point of demand curve and reciprocal of the slope of demand line. So we will see about how we estimate the point elasticity, and you should note that the point elasticity at a particular point is different at different points and on the same demand curve. ഒരു ഡിമാൻഡ് കർവിൽ നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് at different point ആയിരിക്കും. Given a straight line demand curve TT, see here the demand curve in this picture, that is small letter t, and here it is capital T. So point elasticity at any point, say R. So this is the, we are going to find the point elasticity for R. So അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? RT, that is lower segment എന്ന് പറയുന്നത് RT divided by RT. ഇവിടെ ഇട്ടുന്നുണ്ടെങ്കിൽ ഇത് എത്രയാണെന്നുള്ളത്, സോ ഇവിടത്തെ പ്രൈസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് ഇവിടത്തെ എത്രയാണ്, ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് എത്രയാണ് പ്രൈസ് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്, ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് എലാസ്റ്റിസിറ്റി അറ്റ് എനി പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ പോയിന്റ് എലാസ്റ്റിസിറ്റി അറ്റ് ഇതാണ് ഒരു ഡിമാൻഡ് കർവ്. ഇതിലത്തെ ഒരു പോയിന്റ് എലാസ്റ്റിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിലാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ആർ ടി ഡിവൈഡഡ് ബൈ ഇതേ ഹരിക്കണം ഇത്, ദീസ് ഡിവൈഡഡ് ബൈ ദീസ്, ദാറ്റ് വി വിൽ ഗെറ്റ് ദ പോയിന്റ് എലാസ്റ്റിസിറ്റി. സോ നമ്മൾ ഇവിടെ കണ്ടു, നമ്മൾ നേരത്തെ ഇതില് ടിയിൽ നിന്നും ഹൗ ദ ഡിമാൻഡ് കർവ്, വാട്ട് ഈസ് ദ വാല്യൂസ് ചേഞ്ചിങ് ഫ്രം ടി ടു ടി ഹിയർ. സോ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടിയിൽ നിന്നും ഈ ടിയിലേക്ക്, ഇവിടെയും ടി ആണ് കേട്ടോ, പിക്ചർ കുറച്ച് ബ്ലേഡ് ആണ്, എന്നിരുന്നാലും
This is small letter t and this is capital T. So ഈ ടിയിൽ നിന്നും ഈ ടിയിൽ നിന്നും ഈ ക്യാപിറ്റൽസ് ഈ ടിയിൽ നിന്നും ഈ ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോറി, എലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടെ. ഇത് ഡിമാൻഡ് കർവ് ആണല്ലോ. ഈ ടിയിൽ നിന്ന് ഈ ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എലാസ്റ്റിസിറ്റി ഇങ്ങനെ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എലാസ്റ്റിസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രൈസ് ഇത്ര ചേഞ്ച് ചെയ്തു, അപ്പൊ എന്തായി? ഡിമാൻഡ് ഇത്ര കുറഞ്ഞു. പ്രൈസ് ഇത്ര കൂടി, അപ്പൊ എന്തായി? ഡിമാൻഡ് ഏകദേശം പകുതിയോളം കൂടി. അപ്പോൾ നമ്മളെ എലാസ്റ്റിസിറ്റി എന്താണ്? കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ മിഡ് പോയിന്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സി ഹിയർ, ഇ ഈസ് ഈക്വൽ ടു 1 ആയി. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി പ്രൈസും ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തതും എന്തായി? എലാസ്റ്റിസിറ്റി 0 ആയിട്ട് മാറി. എത്രത്തോളം, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം പ്രൈസ് കൂടിയോ എത്രത്തോളം പ്രൈസ് കൂടിയോ അത്രയ്ക്ക് തന്നെ ഡിമാൻഡും നമുക്ക് കുറഞ്ഞു. സോ ദിസ് പോയിന്റ് ആർ ഈസ് നോൺ ആസ് an equilibrium point. That is the midpoint. And at the point t it is infinity. നോക്കൂ, ഈ ആയപ്പോ ഇവിടെ പോയിന്റ് സ്മോൾ ലെറ്റർ ടിയിലേക്ക് എത്തിയപ്പോ ഇൻഫിനിറ്റി, അതെന്തായി? ഡിമാൻഡ് അവിടെ ഇൻഫിനൈറ്റ് ആയി. കാരണം നമുക്കത് പറയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോയി. ഇത്ര ആയപ്പോ ഇവിടെ ഡിമാൻഡ് 0 ആയി നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഇൻഫിനിറ്റിയിലേക്ക് പോയി. ആൻഡ് 0 ഇവിടെ ടീന്റെ ഇവിടെ നമുക്ക് 0 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രൈസ് ഇവിടെ 0 ആണ്. സോ ഇവിടെ എത്തിയപ്പോ അത് ഇൻഫിനിറ്റി ആയി, ഇവിടെ 0. അപ്പൊ 0-ൽ തുടങ്ങി, പിന്നെ ഇൻഫിനിറ്റിയിൽ അത് അവസാനിച്ചു. നടുക്കെത്തിയപ്പോ അതെന്തായി? 1 ആയി മാറി, ഈക്വൽ ആയി. സോ ഇവിടെ ഇ ഈസ് ഈക്വൽ ടു 0. എലാസ്റ്റിസിറ്റി ഈ പോയിന്റിൽ 0 ആണ്. ക്യാപിറ്റൽസ് ഉള്ള സ്ഥലത്ത് 0 ആണ് എലാസ്റ്റിസിറ്റി. പിന്നെ എന്തായി? എലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയി. ഈ പോയിന്റ് വരെ, മിഡ് പോയിന്റ് വരെ ലെസ് ദാൻ 1 ആയി. മിഡ് പോയിന്റ് എത്തിയപ്പോ എന്തായി? എലാസ്റ്റിസിറ്റി ഈക്വൽ ആയി. പിന്നെ എന്തായി? എലാസ്റ്റിസിറ്റി 1-നെക്കാട്ടും കൂടുതലായി. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ എലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാണ്ടായി. സോ ദിസ് ഈസ് ഹൗ വി എസ്റ്റിമേറ്റ് ദ പോയിന്റ് എലാസ്റ്റിസിറ്റി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. So we will see another concept, that is arc elasticity. So suppose നിങ്ങൾ വിചാരിക്കുക പ്രൈസ് വല്ലാതെ അങ്ങോട്ട് കൂടി. സി ഹിയർ P2 ആയിരുന്നു, പെട്ടെന്ന് അത് P1-ലേക്ക് മാറി. ഓർ എന്താ പറയാ, പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് രണ്ട് പ്രൈസസിന്റെ ഇടയ്ക്കാണെന്ന് വിചാരിക്കുക. സോ പ്രൈസ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓഫ് 2 പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എടുക്കുക. സോ എലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവറേജ് ഓഫ് പ്രൈസ് ആണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ P2 ഒരു പ്രൈസ് ആണ്, P1 ഒരു പ്രൈസ് ആണ്, P2 ഒരു പ്രൈസ് ആണ്. സോ P1 ആയപ്പോൾ നമ്മുടെ ഡിമാൻഡ് എത്രയായി? Q1 ആയി. P2 ആയപ്പോൾ നമ്മുടെ ഡിമാൻഡ് Q2 ആയി. സോ ഇവിടെ എന്തായി? നമുക്ക് എലാസ്റ്റിസിറ്റി നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം? ക്വാണ്ടിറ്റി 1 മൈനസ് ക്വാണ്ടിറ്റി 2 ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി 1 പ്ലസ് ക്വാണ്ടിറ്റി 2 ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ P1 മൈനസ് P2. സോ P1 എന്ന് പറയുന്നത് this is revised price and P2 is the original price. സോ ഇങ്ങനെ നമ്മൾ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. സോ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന എലാസ്റ്റിസിറ്റിനെയാണ് നമ്മൾ ആർക്ക് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ പ്രൈസ് തമ്മിൽ there is a huge difference or there is a huge increase in the price and we think like this elasticity is between these two prices. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് ഓഫ് 2 പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസിനെ എടുക്കും. അങ്ങനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി ഡിറ്റർമൈൻ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ആർക്ക് എലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. ഈ ഇങ്ങനെ ഇരിക്കുന്ന ആർക്ക് ഷേപ്പിൽ കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ആർക്ക് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ ആർക്ക് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എലാസ്റ്റിസിറ്റി ഇവിടത്തെ ഇതിൽ നമ്മൾ കണ്ടു, ഓരോന്നും ന്യൂമറിക്കൽ വാല്യൂ എടുത്തിരിക്കുന്നത്. എലാസ്റ്റിസിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് പ്രൈസും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, പ്രൈസ് കൂടിയത് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് ഇല്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് എലാസ്റ്റിസിറ്റി 0 എന്ന് പറഞ്ഞത്.
നോക്കൂ, ഇവിടെ പ്രൈസ് ചേഞ്ച് ചെയ്തത് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് ഇല്ല, ദാറ്റ് ഈസ് നോൺ ആസ് 0 പോയിന്റ്. ഇവിടെ ഇ ഈസ് ലെസ് ദാൻ 1, എലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ചേഞ്ച് ചെയ്ത തോതിൽ ഡിമാൻഡ് ചേഞ്ച് ആയിട്ടില്ല. സോ പ്രൈസ് ഇപ്പോൾ 10% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിമാൻഡിന്റെ ചേഞ്ചസ് ലെസ് ദാൻ 10%. ഇവിടെ പ്രൈസ് 10% ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിമാൻഡും 10% ചേഞ്ച് ആയി. ഇൻ ദ നെക്സ്റ്റ് പോയിന്റ് പ്രൈസ് 10% ചേഞ്ച് ആയപ്പോൾ ഡിമാൻഡ് എന്തായി? ഈസ് ലെസ് ദാൻ ഈസ് ഗ്രേറ്റർ ദാൻ 10%, സപ്പോസ് 20%. ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാണ്ടായി പോയി, കാരണം പ്രൈസ് ചേഞ്ച് ആയപ്പോൾ നമുക്ക് എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. സോ നമുക്ക് ഇതിനൊരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കാൻ പറ്റും. ഇലാസ്റ്റിസിറ്റി ഈസ് 0 if there is no change at all in the quantity demanded when price changes. So ഇവിടെ നമുക്ക് എന്തില്ല? there is no change, there is no change. ഇവിടെ നമുക്ക് യാതൊരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേഞ്ചും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിമാൻഡ് ചെയ്തതിൽ ഒരു ചേഞ്ചും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് it is known as elasticity is 0. Okay, so if there is no change, പ്രൈസ് ചേഞ്ച് ആയി, അതുകൊണ്ട് ഡിമാൻഡിൽ ഒരു ചേഞ്ചും ഇല്ല, ഡിമാൻഡ് ക്വാണ്ടിറ്റി കൂടിയതുമില്ല കുറഞ്ഞതുമില്ല, ദാറ്റ് ഈസ് നോൺ ആസ് സീറോ എലാസ്റ്റിസിറ്റി. ഇഫ് എലാസ്റ്റിസിറ്റി ഈസ് 1 or unitary, if the percentage change in the quantity demanded is equal to the percentage change in the price, that is known as unitary is 1. ഇവിടെ നോക്കൂ, elasticity 0 ആയപ്പോൾ നോക്കൂ, ഇതാണ് elasticity 0 ആയതിന്റെ മാപ്പ്. ഇവിടെ നമുക്ക് പ്രൈസ് ഏത് പ്രൈസ് ആയിക്കോട്ടെ, നമ്മുടെ ഡിമാൻഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ഇ പി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആയിരിക്കും നമ്മുടെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ്. ഇഫ് elasticity is 1, എന്താണ്? ഒരു പ്രൈസിൽ 1 രൂപ, പ്രൈസിൽ 1% വ്യത്യാസം വരുമ്പോൾ ക്വാണ്ടിറ്റിയിൽ 1% വ്യത്യാസം വരും. പ്രൈസിൽ 10% വ്യത്യാസം വരുമ്പോൾ ക്വാണ്ടിറ്റിയിലും 10% വ്യത്യാസം വന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് elasticity is 1, that is EP is equal to 1. ഇവിടെ നോക്കൂ, നമ്മുടെ ഡിമാൻഡ് കർവ് സ്ലോപ്പിംഗ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇഫ് elasticity is greater than 1, അതായത് സപ്പോസ് പ്രൈസ് 10% കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 20% ആയി. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, ഇവിടെ നോക്കൂ, ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നോക്കൂ, ഇസ് മോർ ദാൻ 1. നമുക്ക് ഇവിടുത്തെ ഡിമാൻഡ് കർവ് കണ്ടോ, കിട്ടുന്നത് കണ്ടോ? സോ ദാറ്റ് ഈസ് നോൺ ആസ് EP greater than 1. And elasticity is less than 1. Elasticity is less than 1. എന്താണ് elasticity is less than 1? ഇവിടെ നമുക്ക് പ്രൈസ് ചേഞ്ച് ആയതുകൊണ്ട് ക്വാണ്ടിറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ക്വാണ്ടിറ്റി നമുക്ക് ചെറിയ രീതിയിൽ മാറ്റം വന്നു, ബട്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ ദ പെർസെന്റേജ് ഓഫ് പ്രൈസ് ചേഞ്ച്. സപ്പോസ് 10% പ്രൈസ് കൂടി, ബട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് 5% കൂടിയിട്ടുള്ളൂ. സോ ഹിയർ this is EP less than 1. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇവിടെ കണ്ടോ, DD ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ബട്ട് ഇവിടെ നോക്കൂ, പ്രൈസ് ചേഞ്ച് ആയതിനെക്കാട്ടിലും ഒരു കുറഞ്ഞ രീതിയിലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്, ചെറിയ രീതിയിലെ വ്യത്യാസം വന്നത്. M1 എന്നുള്ള ഗ്യാപ്പ് ഈസ് ലെസ് ദാൻ ദ ഗ്യാപ്പ് ഓഫ് P1. കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻ elasticity is infinite. Then a small price reduction raises the demand from 0 to infinity. അതായത് വളരെ സെൻസിറ്റീവ് ആയ ഒരു മാർക്കറ്റ്, അതായത് ചെറിയ 1 രൂപ വ്യത്യാസം വന്നാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡിനെ റേസസ് ദ ഡിമാൻഡ് ഫ്രം 0 to infinity. സോ സപ്പോസ് നിങ്ങളെ പ്രൈസ് ഒരു ചെറിയൊരു വ്യത്യാസം വന്നു, 1 രൂപ നിങ്ങൾ കുറച്ചപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഡിമാൻഡ് അങ്ങോട്ടേക്ക് കൂടി. സോ ഈവൻ ചെറിയൊരു ഇത് തന്നെ വല്ലാത്ത രീതിയിൽ നമുക്ക് ഡിമാൻഡിൽ ഒരു മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് ഈസ് ഇൻഫിനിറ്റി. സോ അങ്ങനെയുള്ള കേസിൽ the consumers will buy all that they can obtain of the commodity at some price. ഒരു പർട്ടിക്കുലർ പ്രൈസിൽ കൺസ്യൂമർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര മേടിക്കാൻ പറ്റുമോ അത്രത്തോളം അയാൾ മേടിച്ചു വെക്കും. സോ ഇഫ് ദർ ഈസ് സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ്, they would not buy anything from the particular seller. സോ എന്തെങ്കിലും, അപ്പൊ അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ നമ്മളൊരു വെജിറ്റബിൾ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ വെജിറ്റബിൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് പോയാൽ അറിയാം, ക്യാരറ്റ് ഒരുവിധം എല്ലാ സ്ഥലത്തും
പിന്നെ കിലോന് ഇപ്പോൾ 40 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും 40 രൂപയായിരിക്കും. സപ്പോസ് തൊട്ട ഒരു കടക്കാരൻ അവിടെ വന്നിട്ട് 35 റുപ്പീസിന് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 35 റുപ്പീസിന് വിറ്റ എല്ലാവരും കൂടി വന്നിട്ട് ആ ഫസ്റ്റ് 35 റുപ്പീസിന്റെ സാധനമായിരിക്കും ഫസ്റ്റ് കൺസ്യൂം ചെയ്ത് മാറ്റുന്നത്. So that is why we said that even a small change in the price will cause the demand from 0 to infinity. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രൈസ് 35 ഒന്നും വേണ്ട, ഒരു 39 38 പെർ കെ ജി ആകുമ്പോൾ തന്നെ അതിന്റെ ഡിമാൻഡ് വല്ലാതെ അങ്ങോട്ടേക്ക് ചേഞ്ച് ആകും. ഇതുപോലെ തന്നെ സപ്പോസ് പ്രൈസ് എല്ലാവരും 40 രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് 45 രൂപയ്ക്ക് വിറ്റാൽ എന്ത് സംഭവിക്കും? പിന്നെ ഒരാൾ പോലും ആ സാധനം വന്ന് മേടിക്കില്ല. വൺസ് 40 രൂപയുടെ സാധനം തീരാതെ 45 രൂപയ്ക്ക് ഒരാളും മേടിക്കില്ല. സോ ഇത് നമുക്ക് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് ഇതൊക്കെ നമ്മൾ പഠിക്കും, പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാണ് എന്താണ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ പഞ്ചസാര മേടിക്കുന്നു. പഞ്ചസാര നമ്മളിപ്പോ പറഞ്ഞാൽ ലൂസ് ആയിട്ട് മേടിക്കുന്ന സാധനമാണ്. കടലപ്പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ്, തൂരപ്പരിപ്പ്, ഇങ്ങനത്തെ ലൂസ് ആണ്. നമുക്കൊരു ബ്രാൻഡും അങ്ങനത്തെ സംഭവം ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ഹോൾസെയിലർ അടുത്ത് നിന്നും റീറ്റെയിലേഴ്സ് മേടിച്ചും റീറ്റെയിലേഴ്സിന്റെ അടുത്ത് നിന്നും നമ്മൾ കൺസ്യൂമേഴ്സ് മേടിക്കും. സോ എന്താണ് സംഭവിക്കുക? പഞ്ചസാര ഇപ്പോ ഇന്നലത്തെ തൊട്ടപ്പുറത്തെ കടയിനെക്കാട്ടിൽ ഇവിടെ 2 രൂപ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കില്ല, അവിടെ നിന്നാണല്ലോ. അപ്പൊ ഇത്രയും പ്രൈസ് സെൻസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ ആസ് എലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റീവ്. സോ ഇതിനൊക്കെ ഒരു നോമെൻക്ലേച്ചർ, അതായത് ഇതിനൊക്കെ ഒരു നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ എലാസ്റ്റിസിറ്റി ഈസ് സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുക? പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ദിസ് ഇസ് നോൺ ആസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഗൈസ്, നിങ്ങൾ ഈ ടെർമിനോളജീസ്, എലാസ്റ്റിസിറ്റിന്റെ കൺസെപ്റ്റ്, ഇത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ മാർക്കറ്റിന്റെ ഓരോ മാർക്കറ്റിലും എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്കൽ വേർഡ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നല്ലോണം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ആൻഡ് സോ മെനി ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം ദാറ്റ് ടോപ്പിക്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ സീറോ ഇലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. കാരണം അവിടെ പ്രൈസ് എന്ത് ചേഞ്ച് വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, സോ അത് നമ്മൾ എസെൻഷ്യൽ ഗുഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ അരി, പച്ചക്കറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 1, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 എന്നുള്ള കേസാണ്. സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ചസ് ബൈ എ സ്മോളർ പെർസെന്റേജ് ദാൻ പ്രൈസ്. അപ്പൊ പ്രൈസ് 10% കൂടിയാലും ക്വാണ്ടിറ്റി 5% മാത്രമേ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയത്തുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഇലാസ്റ്റിക്. And if it is 1, same quantity, എത്ര ഡിമാൻഡ് കൂടിയോ അത്രത്തോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതും കൂടുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് യൂണിറ്റ് ഇലാസ്റ്റിക്. ആൻഡ് ഗ്രേറ്റർ ദാൻ 1 ബട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഒന്നിനെക്കാട്ടിലും കൂടുതലാണ്. അതായത് 10% പ്രൈസ് കൂടി, അപ്പോ പക്ഷെ 15% ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക്. ആൻഡ് ഇൻഫിനിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഓർ ഇൻഫിനിറ്റ്ലി ഇൻഇലാസ്റ്റിക്. സോ എന്തൊക്കെ നമുക്ക് പറയാം? 0 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. 0 to 1 ആണ് എലാസ്റ്റിസിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ആൻഡ് 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഓർ യൂണിറ്റ് ഇലാസ്റ്റിക്. പിന്നെ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എലാസ്റ്റിക്. ആൻഡ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ വി വിൽ സേ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സോ ഇതാണ് അതിന്റെ വാരിയസ് നോമൻക്ലേച്ചേഴ്സ്. സോ നമ്മളിപ്പോ ഇവിടെ എലാസ്റ്റിസിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലാസ്റ്റിസിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എലാസ്റ്റിസിറ്റിന്റെ വാരിയസ് ന്യൂമറിക്കൽ മെഷേഴ്സ് നമ്മൾ പഠിച്ചു. ടെർമിനോളജീസും നമ്മൾ പഠിച്ചു. സോ നമുക്ക് വേറൊരു വ്യത്യസ്തമായ ഒരു മെത്തേഡ് നോക്കാം ഫോർ കാൽക്കുലേറ്റിംഗ് ദ പ്രൈസ് എലാസ്റ്റിസിറ്റി. ദാറ്റ് ഈസ് നോൺ ആസ് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ്. ടോട്ടൽ ഔട്ട്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമ്മൾ ഇത്ര നേരം വരെ ഇൻകം മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. വാട്ട് ഈസ് ദ ഇൻകം വാട്ട് വി ഹാഡ് റിസീവ്, വാട്ട് ഈസ് ദ പ്രൈസ്, ദാറ്റ് ഈസ് വി അണ്ടർസ്റ്റുഡ്. സോ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, that is price of the commodity multiplied by quantity of the commodity purchased. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് പിന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര ക്വാണ്ടിറ്റി മേടിച്ചു ഇൻടു ഇൻഡിവിജ്വൽ പ്രൈസ്, അതിനെയാണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മെയ്ഡ് ഓൺ എ കൊമോഡിറ്റി ഇസ് ദ ടോട്ടൽ റവന്യൂ റിസീവ്ഡ് ബൈ ദ സെല്ലർ. സോ അതായിരിക്കുമല്ലോ സെല്ലർക്ക് കിട്ടിയ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ
ഒരു 100 കിലോ അരി മേടിച്ചു 10 രൂപ തോതിൽ. സോ 1000 രൂപയാണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ. അതാണല്ലോ, അത് നിങ്ങൾ ബയ്യർ ആണ്. ഇപ്പൊ സെല്ലർ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 100 × 10 1000. സോ ദാറ്റ് ഈസ് ദ ഇൻകം ഓഫ് ദ സെല്ലർ. സോ വി ക്യാൻ സേ ദാറ്റ് price elasticity and total revenue received are closely related to each other. So നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ റവന്യൂ, സെല്ലർക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ റവന്യൂവും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും തമ്മിൽ ഒരു ഹ്യൂജ് റിലേഷൻഷിപ്പ് ഉണ്ട്. By analyzing the change in total expenditure or total expenditure from the part of the buyer or total revenue from the part of the seller, whatever it is, രണ്ടും ഒരേ തുക തന്നെയാണല്ലോ. We know the price elasticity of demand for a good. So the total expenditure made by a buyer as well as or by the total revenue total revenue received by the seller compare ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് price elasticity understand ചെയ്യും. But by this method we understood only whether the good is elastic or inelastic. We cannot find out exact coefficient of price elasticity. ഇപ്പൊ നേരത്തെ മെത്തേഡിൽ പ്രൈസ് ചേഞ്ചിന്റെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഡിഫറെന്റ് ഫോർമുലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര എലാസ്റ്റിക് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗുഡ് എലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. So when total revenue, total expenditure remains unchanged as a result of change in price elasticity is said to be unitary. So when the total revenue as a part of the seller or total expenditure with regard to the buyer change തന്നെ ചെയ്തിട്ടില്ല, പ്രൈസ് ചേഞ്ച് ചെയ്തപ്പോ. സോ സപ്പോസ് പ്രൈസ് 10 രൂപയിൽ നിന്നും 15 രൂപയായി. ബട്ട് ടോട്ടൽ റവന്യൂ റിസീവ്ഡ് ബൈ ദ സെല്ലർ 1000 രൂപ തന്നെയാണ്. ഓർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ ദ ബയ്യർ 1000 രൂപ തന്നെയാണെന്ന് വിചാരിക്കുക. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദാറ്റ്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ നമുക്ക് യൂണിറ്ററി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് അങ്ങനെ? ആക്ച്വലി ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവും അവിടെ. അയാൾ പക്ഷെ എന്താ സംഭവം? വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രൈസ് ചേഞ്ച് ചെയ്തപ്പോഴും പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പും അയാളെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒന്ന് തന്നെയാണ്. അയാൾ 1000 രൂപ തന്നെയാണ് ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ ഔട്ട്ലേ മെത്തേഡ് ആയതുകൊണ്ട് ഇതിൽ നമ്മൾ യൂണിറ്ററി എന്ന് പറയുന്നു. അതായത് there is no change, unitary. Then as a result of increase in the price of a good, the total expenditure made on the good or the total revenue received from that good falls, or when as a result of decrease in price, the total expenditure made on the good or the total revenue received from that good increases, we say that price demand is greater than unity. So നമ്മൾ വിചാരിക്കുക ഗുഡ്സിന്റെ പ്രൈസ് കൂടി. അപ്പോൾ ഗുഡ്സിന്റെ പ്രൈസ് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? സപ്പോസ് 10 രൂപയിൽ നിന്നും 15 രൂപയായി. അയാള് 100 ക്വാണ്ടിറ്റിയാണ് വിറ്റുകൊണ്ടിരുന്നത്, 100 ക്വാണ്ടിറ്റിയാണ് അയാൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നേരത്തെ 1000 രൂപ മുടക്കേണ്ട സ്ഥലത്ത് 1500 ക്വാണ്ടിറ്റി 1500 രൂപ മുടക്കണം. എന്നാൽ മാത്രമേ 100 ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ദി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ദിസ് ഈസ് നോൺ ആസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മോർ ദാൻ യൂണിറ്റി. സോ ഇതൊരു മെത്തേഡാണ്. സോ വി സെഡ് ദാറ്റ് നമുക്ക് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡും കൂടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഇതിൽ കോഎഫിഷ്യന്റ് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സപ്പോസ് ഗുഡ്സിന്റെ പ്രൈസ് കൂടി, പക്ഷെ അയാൾക്ക് ഇരിക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് ബയ്യറിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻ സെയിം ആസ് ലൈക്ക് ബിഫോർ ദ പ്രൈസ് ചേഞ്ച്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അയാൾ 1000 രൂപയാണ് മുടക്കിയത്, ഇപ്പോഴും 1000 രൂപയാണ് മുടക്കിയതെന്നുണ്ടെങ്കിൽ പക്ഷെ പ്രൈസ് കൂടിയിട്ടുണ്ട് താനും. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആക്ച്വലി അയാളെ ക്വാണ്ടിറ്റി മേടിച്ചത് കുറഞ്ഞിട്ടുണ്ടാവും, ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ചേഞ്ച് ആവാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ യുണൈറ്ററി എന്ന് പറയുന്നു. പക്ഷെ സപ്പോസ് ഇയാള് പൈസ ചെലവാക്കി, ഇയാള് സ്പെൻഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? പ്രൈസ് ചേഞ്ച് ആയപ്പോ ഇയാൾ 1000 ക്വാണ്ടിറ്റി തന്നെ മേടിച്ചു. 10 രൂപ 15 വിചാരിക്കുക. അപ്പൊ നേരത്തെ 1000 ചെലവാക്കി,
now 1500 ചെലവാക്കുന്നുണ്ട്. So this is known as the price elasticity is greater than unitary. So we will see what are the determinants of price elasticity of demand. So first is availability of substitutes. So എന്തൊക്കെയാണ് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് എന്തൊക്കെയാണ് ഡിറ്റർമിനൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So first is availability of substitutes. So one of the most important determinant of price elasticity is the degree of availability of close substitutes. അതായത് ഇപ്പൊ സപ്പോസ് നമുക്ക് നിങ്ങൾ വിചാരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 10 രൂപയ്ക്കാണ് കമ്പനി എയും കമ്പനി ബിയും ആ അരി വിറ്റുകൊണ്ടിരുന്നത്. സിൻസ് കമ്പനി ബി 11 ആക്കിയപ്പോ എന്ത് ചെയ്തു, കമ്പനി എയിലേക്ക് എല്ലാവരും പോയി. അപ്പൊ ഇവിടെ നമുക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ തൊട്ടടുത്ത കമ്പനിയിലേക്ക് പോകും. സോ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വളരെ വളരെ കൂടുതലായിരിക്കും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, there won't be change because അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല മേടിക്കാൻ വേണ്ടിയിട്ട്. So this is a determinant of price elasticity of demand. And next is position of a commodity in a consumer's budget. സോ അതൊരു കൺസ്യൂമർ ബഡ്ജറ്റ്, അതായത് കൺസ്യൂമർ ഓർ കസ്റ്റമർ അയാൾ ഓരോരോ സാധനങ്ങൾക്കായിട്ട് ചെലവാക്കാൻ ഓരോ ബഡ്ജറ്റ് ഉണ്ടാവും. സപ്പോസ് എസെൻഷ്യൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഒരു നിശ്ചിത എമൗണ്ട് ചെലവാക്കിയേ പറ്റുള്ളൂ. ബാക്കി എന്റർടൈൻമെന്റ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആവുമ്പോൾ അയാളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇരിക്കും. സോ ഓരോ ഗുഡും എങ്ങനെയാണ് കസ്റ്റമർ മൈൻഡ് സെറ്റിന്റെ അകത്ത് മേടിക്കുന്നത്. സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ നമുക്കൊരു വിഷു അല്ലെങ്കിൽ നമുക്കൊരു ദീപാവലി വന്നു. ആ ദീപാവലിയോ വിഷുവോ വന്നപ്പോൾ അവിടെ നമുക്ക് പിന്നെ എന്തൊക്കെ മേടിക്കണം, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മേടിക്കണം, അതേപോലെ തന്നെ സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം, പടക്കം മേടിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് പണമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ കൂടുതലായിട്ട് എന്തിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, ജസ്റ്റ് ഒരു സദ്യ പ്രിപ്പയർ ചെയ്യാൻ ഒരു എമൗണ്ട്, നെക്സ്റ്റ് ഒരു ഡ്രസ്സിലേക്ക്. ഇനി പടക്കം മേടിക്കാൻ കാശുണ്ടെങ്കിൽ മാത്രമേ അയാൾ പടക്കം മേടിക്കാൻ പോകത്തുള്ളൂ. സോ ഒരു കൊമോഡിറ്റി കൺസ്യൂമർ ബഡ്ജറ്റിന്റെ അകത്ത് കൊമോഡിറ്റി എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ എലാസ്റ്റിസിറ്റിയും ചേഞ്ച് ആവും. അതിന്റെ അകത്ത് അയാളുടെ ബഡ്ജറ്റിനകത്ത് എന്തായാലും ഉള്ള സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എലാസ്റ്റിസിറ്റിനെ അത് കാര്യമായിട്ട് തന്നെ അത് ബാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് നാച്ചർ ഓഫ് ദ നീഡ് ദാറ്റ് എ കൊമോഡിറ്റി സാറ്റിസ്ഫൈസ്. സോ നമ്മൾ നേരത്തെ പഠിച്ചു പിന്നെ നെസസറി ഗുഡ്സ് ഉണ്ട്, കോമൺ ഗുഡ്സ് ഉണ്ട്, ലക്ഷറി ഗുഡ്സ് ഉണ്ട് എന്നൊക്കെ. സോ ലക്ഷറി ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിക് വൈൽ നെസസിറ്റീസ് ആർ പ്രൈസ് ഇൻഇലാസ്റ്റിക്. സോ ലക്ഷറി ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് നെസസിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ് ദേ വിൽ ഡെഫിനറ്റ്ലി ബൈ ഇറ്റ്. ഓക്കെ, ഡിമാൻഡിൽ വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്പർ ഓഫ് യൂസസ് ടു വിച്ച് എ കൊമോഡിറ്റി ക്യാൻ ബി പുട്ട്. ഇപ്പോ ഒരു സാധനത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കും. സോ ഗ്രേറ്റർ യൂസ് ഉള്ള കൊമോഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഡിമാൻഡ് വിൽ ചേഞ്ച്. നമ്മൾ നേരത്തെ ഇഷ്യൂസിലൂടെ വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. സോ മൾട്ടിപ്പിൾ യൂസസ് ആണെന്നുണ്ടെങ്കിൽ when the price of a commodity which has multiple uses decreases, people tend to extend their consumption. നമ്മൾ ഇഷ്യൂസിലൂടെ എക്സാമ്പിൾ പറഞ്ഞു, അതിന്റെ വില കുറഞ്ഞുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അത് മേടിക്കും. So next is time period. Longer the time period one has, the more completely one can adjust. So time period വലിയൊരു ഫാക്ടർ ആണ്. നമുക്കത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, എത്ര കാലം ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റിയിലേക്ക് നിൽക്കുന്നു, അതൊക്കെ തന്നെ നമ്മളെ പ്രൈസ് ഡിറ്റർമിനന്റ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിറ്റർമിനന്റ് ആണ്. നെക്സ്റ്റ് ഈസ് കൺസ്യൂമർ ഹാബിറ്റ്. ഇഫ് എ കൺസ്യൂമർ ഈസ് എ ഹാബിച്വൽ കൺസ്യൂമർ ഓഫ് എ കൊമോഡിറ്റി, സപ്പോസ് സിഗരറ്റ് ഒക്കെ പോലെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ എത്ര വില കൂടിയാലും ആളുകൾ മേടിച്ച് ഉപയോഗിക്കും. സോ കൺസ്യൂമർ ഹാബിറ്റ് ഒരു ഡിറ്റർമിനന്റ് ആണ്. ടൈഡ് ഡിമാൻഡ്. ടൈഡ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ടൈഡ് ടു അതേഴ്സ്. പെട്രോളും ഇതൊക്കെ പോലെ തന്നെ ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള രണ്ട്, അതായത് ഒരു ഗുഡിന്റെ ഒന്നിന് ഇപ്പൊ ടോർച്ചും ബാറ്ററിയും പോലെ. സോ ദെൻ ഇറ്റ് ഈസ് ടൈഡ് മീൻസ് ഇറ്റ് ഈസ് നോർമലി ഇൻഇലാസ്റ്റിക് ആസ് അഗൈൻസ്റ്റ് ദോസ് വിച്ച് ആർ whose demand is autonomous nature. പ്രിന്ററും ഇങ്ക് കാട്രിഡ്ജും വാട്ട് എവർ ഇറ്റ് ഈസ്, അതിപ്പോ നമ്മള് ഇങ്ക് കാട്രിഡ്ജിന്റെ വില കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും പ്രിന്റർ ഉപയോഗിക്കുന്ന കാലം, കാരണം ഓൾറെഡി അയാൾ പ്രിന്റർ മേടിച്ചു പോയി, എന്തായാലും ആ കാട്രിഡ്ജ് അതിന്റെ അകത്തേക്ക് മേടിച്ചിട്ടേ പറ്റുള്ളൂ അയാളെ നീഡ് നടക്കണമെന്നുണ്ടെങ്കിൽ. സോ അത് നോർമലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് പ്രൈസ് റേഞ്ച്.
goods which are in very high price range or very low price range have inelastic demand. So വളരെ ഹൈ പ്രൈസ് റേഞ്ച് ആയിരിക്കുക അല്ലെങ്കിൽ വളരെ ലോ പ്രൈസ് റേഞ്ച് ആയിരിക്കുക എന്നുണ്ടെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പക്ഷെ മിഡിൽ റേഞ്ചിലുള്ള ഗുഡ്സിന് ഹൈ ഡിമാൻഡ് ആയിരിക്കും. കാരണം വളരെ ലോ റേഞ്ച് ആകുമ്പോൾ അത് കുറച്ച് വളരെ ലോ റേഞ്ചിൽ മേടിക്കാവുന്ന ആളുകൾ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. വളരെ ഹൈ റേഞ്ച് ആകുമ്പോൾ അത് ഇൻക്വയറി ചെയ്യാൻ ബിയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ അത് മേടിച്ചിട്ട് ഉപയോഗിക്കത്തുള്ളൂ. സോ പ്രൈസ് റേഞ്ച് ഈസ് അനദർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് elasticity of demand. So these are the various determinants of price elasticity of demand.